ഹായ് നമസ്കാരം, എവർക്കും വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായിരിക്കുന്നു. മൂന്നാം തവണയാണ് ഇന്ത്യ ചാമ്പ്യന്മാരാവുന്നത്. T20യുടെ ആദ്യ വർഷം 2007 ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ പിന്നീട് ഇന്ത്യക്ക് കിരീട നേട്ടത്തിനായി 17 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 2024 പിന്നീട് ചാമ്പ്യന്മാരായത്. 2026 വീണ്ടും ഇതാ തുടർച്ചയായി ചാമ്പ്യന്മാരായിക്കൊണ്ട് ഇന്ത്യ കരുത്തു കാട്ടിയിരിക്കുന്നു. അങ്ങനെ T20 വേൾഡ് കപ്പ് ചരിത്രത്തിൽ 3 തവണ കിരീടം നേടുന്ന ഏക ടീം എന്ന റെക്കോർഡ് ഇന്ത്യ നേടിയിരിക്കുന്നു ഈ ചാമ്പ്യൻ പട്ടത്തിലൂടെ. ഈ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ പോലും കാണാതെ പുറത്താകേണ്ടി വരുമെന്ന ഘട്ടത്തിലായിരുന്നു ടീം ഇന്ത്യ. അവിടെ നിന്നാണ് ഒരു ജീവൻ മരണ പോരാട്ടത്തിലൂടെ ഇന്ത്യ ഇത്തവണ ചാമ്പ്യന്മാരാകുന്നത്. അതിന് ഒരേ ഒരു കാരണം മാത്രമാണ്, സഞ്ജു സാംസൺ. ഒരു സംശയം കൂടാതെ നമുക്ക് പറയാം, അഭിഷേക് ശർമ്മക്ക് ആരോഗ്യ പ്രശ്നം മൂലം നമീബിയക്കെതിരെ മത്സരം കളിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ഒരു മത്സരത്തിൽ മാത്രമാണ് ഗ്രൂപ്പ് തലത്തിൽ സഞ്ജു സാംസൺ അവസരം ലഭിച്ചത്. അന്ന് 22 റൺസ് നേടിയിരുന്നു 8 പന്തുകളിൽ നിന്ന്. പിന്നീട് സൗത്ത് ആഫ്രിക്കക്കെതിരെ അമ്പെ പരാജയപ്പെട്ടപ്പോൾ സഞ്ജു സാംസനെ തിരികെ കൊണ്ടുവരാൻ നിർബന്ധിതമായി ടീം ഇന്ത്യ. ആ ഒരു മത്സരത്തിൽ സഞ്ജു സാംസനെ തിരികെ കൊണ്ടുവരുന്നു. സഞ്ജു സാംസണും അഭിഷേകും നിറഞ്ഞാടുന്നു. നല്ലൊരു തുടക്കം നൽകിക്കൊണ്ട് സഞ്ജു സാംസൺ പുറത്താകുന്നു. ഇന്ത്യ ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും വലിയ സ്കോർ കണ്ടെത്തുന്നു, 256. തോറ്റാൽ പുറത്തെന്ന ഘട്ടത്തിൽ സിംബാബ്വെയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത മത്സരത്തിനിറങ്ങുമ്പോൾ അതും ഒരു നോക്കൌട്ട് മത്സരം തന്നെയായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ. വെസ്റ്റ് ഇൻഡീസിനെയും പരാജയപ്പെടുത്തിയാൽ മാത്രമാണ് സെമി ഉറപ്പിക്കാനാകുക. ഇന്ത്യ പരാജയപ്പെട്ടാൽ സെമി കാണാതെ പുറത്തു പോകേണ്ടി വരും. ഈ ഒരു ഘട്ടത്തിൽ 195 ചേസ് ചെയ്യാനിറങ്ങിയ സഞ്ജു സാംസൺ എന്ന മലയാളി കരുത്തിന്റെ ബലത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ മറികടക്കുമ്പോൾ അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ക്ലാസും മാസും ഒത്തിണങ്ങിയ ഇന്നിങ്സുമായി കാണികളുടെ മനം കവർന്നാണ് സഞ്ജു സാംസൺ പുറത്താകാതെ വിജയത്തിലേക്ക് ഇന്ത്യയെ നയിച്ചത്. അടുത്ത മത്സരം സെമി ഫൈനൽ, അത് ഇംഗ്ലണ്ടുമായിട്ടായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജു സാംസന്റെ ബാറ്റ് നാശം വിതച്ചു. 42 പന്തുകളിൽ നേടിയത് അന്ന് 89 റൺസ് ആയിരുന്നു. ഇന്ന് ഫൈനലിൽ എതിരാളികൾ ന്യൂസിലൻഡ് ആയിരുന്നു. ന്യൂസിലൻഡിനെതിരെയും 6കളും 4കളുമായി സഞ്ജു സാംസന്റെ ബാറ്റ് ചരിച്ചുകൊണ്ടേയിരുന്നു. 46 പന്തുകളിൽ 89. ഇതൊരു ചരിത്രം തന്നെയാണ്. ഒട്ടനവധി റെക്കോർഡുകളാണ് സഞ്ജു സാംസൺ വെറും 5 മത്സരങ്ങളിൽ നിന്ന് തിരുത്തിക്കുറിച്ചത്. ഇന്ത്യ 3ാം തവണ കപ്പ് നേടിയതടക്കം ഇന്ത്യൻ കളിക്കാരിൽ ഏറ്റവും 6 നേടുന്ന താരമായ സഞ്ജു സാംസൺ വെറും 5 മത്സരങ്ങളിൽ നിന്ന് 24 സിക്സുകൾ. ഈ ഫൈനൽ മത്സരത്തിൽ മാത്രം നേടിയത് 8 സിക്സുകൾ, സെമി ഫൈനലിൽ നേടിയത് 7 സിക്സുകൾ. മാത്രമല്ല വെറും 5 മത്സരങ്ങളിൽ നിന്ന് 323 റൺസ്. അങ്ങനെ ഒട്ടനവധി റെക്കോർഡുകൾ തന്റെ പേരിലാക്കിക്കൊണ്ടാണ് സഞ്ജു സാംസൺ തന്റെ പടയോട്ടം തുടർന്നത്. വേൾഡ് കപ്പിന് മുന്നേ ന്യൂസിലൻഡിനെതിരെ നടന്ന പരമ്പരയിൽ മോശം ഫോമിനെ തുടർന്നാണ് ഈ വേൾഡ് കപ്പ് 11 സ്ഥാനം ലഭിക്കാതെ പോയത്. എന്നാൽ വേൾഡ് കപ്പ് 11 താൻ പുറത്തിരിക്കാൻ കാരണക്കാരായ ന്യൂസിലൻഡിന്റെ ഫൈനൽ മത്സരത്തിൽ എതിരെ കിട്ടിയപ്പോൾ ഒരു റിവഞ്ചിന്റെ ഇന്നിങ്സ് ആയിരുന്നു ഇന്ന് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. ഒരു ബൗളർമാരെയും നിലത്ത് നിർത്തിയില്ല സഞ്ജു സാംസൺ. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ സഞ്ജു സാംസൺ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പുറത്തിരിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്ന വിമർശകരോട് പറയാനുള്ളത്, സഞ്ജു സാംസൺ മികച്ച പ്രകടനം പുറത്തെടുത്തപ്പോഴും പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് പല കാരണങ്ങളാൽ. എന്നിട്ടും അയാൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ പോയപ്പോൾ സഞ്ജുവിന് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരുന്നു മലയാളികൾ ഏറെയും. പക്ഷെ ചിലരെങ്കിലും സഞ്ജു സാംസന്റെ വിരോധികളായി വിമർശകരായി ഉണ്ടായിരുന്നു. അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വിമർശനം നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. സഞ്ജു സാംസൺ ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ ഇനിയും ചേർത്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ കരുത്തിനെ മറികടക്കാൻ നിങ്ങളുടെ വിമർശനങ്ങൾ മതിയാകാതെ വരും. നിങ്ങൾക്കറിയുമോ, ഈ വേൾഡ് കപ്പിൽ പുറത്താകലിന്റെ ഘട്ടത്തിൽ വന്നപ്പോൾ രവി ശാസ്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് വേൾഡ് കപ്പ് ജയിക്കണമെങ്കിൽ സഞ്ജു സാംസനെ തിരികെ കൊണ്ടുവരൂ, വേൾഡ് കപ്പ് ജയിക്കൂ എന്ന്. ആ ഒരു വാക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു. സഞ്ജു സാംസനെ ടീം ഇന്ത്യ തിരികെ കൊണ്ടുവന്നു. ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചിരിക്കുന്നു. സഞ്ജു സാംസന്റെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ രവി ശാസ്ത്രിയെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെറും 5 മത്സരത്തിൽ നിന്ന് 3 പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡുകളും പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ വേൾഡ് കപ്പ് അവസാനിപ്പിച്ചത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.